ഹലോ ഗായ്സ്, അൾട്രോ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജ് പിള്ളേരൊക്കെ എടുത്ത് നമ്മൾ ബാക്ക് എടുത്ത് വെച്ചേക്കുള്ള വണ്ടി. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് നേരെ പോവുകയാണ് സെക്കൻഡ് മാപ്പ് ആകുന്നിടം വരെ. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനൽ ഇതിലിട്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി അവൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഈ വീഡിയോയിൽ ഞാൻ താഴെ ഈ കുറേ ഇത് ഞാൻ താഴെ കൊടുക്കുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമില്ല. ഇംഗ്ലീഷുകാരൻ്റെ ആണ്. അതിൽ നല്ല റൂട്ടുള്ളത് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ഈ വീഡിയോ കുറച്ച് സമയമേ ഉള്ളൂ, 8 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പം നമുക്കെന്തായാലും നേരെ പോവാം. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പാട്ട് ഇടുന്നതുകൊണ്ട് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടില്ല. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പാട്ടിട്ടില്ലായിരുന്നു. അപ്പം നമുക്കെന്തെങ്കിലും നേരെ പോകാം. സെക്കൻഡ് മാപ്പ് ആയാൽ പിന്നെ കുറച്ച് പോയാൽ മതി. കുറച്ച് പോകുമ്പോൾ കുറേ നമ്മൾ മാപ്പ് നോക്കിയാൽ ഞാൻ മാപ്പ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം കുറേ ഉണ്ടാവും. അപ്പം നമുക്കെന്തായാലും നേരെ പോവാം. സെക്കൻഡ് മാപ്പ് എത്താറായില്ല, ഇനിയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും പോവാം. ഈ മാപ്പിൽ നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടോയെന്നറിയില്ല. കാരണം എൻ്റെ വീട്ടിൽ ഇപ്പോൾ കറണ്ട് പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ നെറ്റായതിൻ്റെ ചെറിയൊരു ലാഗുണ്ട്. അത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പോവും. നിങ്ങൾ വലിയ കാര്യമാക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ പോയിക്കോളൂ ആ ലാഗ്. അതെൻ്റെ വീട്ടിൽ ഇൻവെർട്ടറൊന്നുമില്ല. അപ്പം കറണ്ട് പോയപ്പോൾ നെറ്റും പോയി. വൈഫൈ ആയിരുന്നു. അപ്പം അത് കറണ്ട് തിരിച്ച് വന്നപ്പോൾ ആ നെറ്റ് വന്നതിൻ്റെ ഒരു ലാഗിങ് ആണ്. നിങ്ങൾ വലിയ കാര്യമാക്കണ്ട, ഇപ്പോൾ പോവും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോവും. ഈ വേഗം ഇപ്പോൾ അങ്ങോട്ട് കയറിയാൽ നമ്മൾ പോവും. ഈ ലാഗ് അങ്ങ് പോവും. പിന്നെ കുഴപ്പമില്ല, പിന്നെ അങ്ങനെ നമുക്ക് കാണാം. ഇനി നമുക്ക് പോവാൻ നേരെ കണ്ടോ ലാഗ് പോയിട്ടുണ്ട്. അപ്പം ആ ടിപ്പറുകാരൻ കുറച്ച് സൈഡാക്കി തന്നിട്ടുണ്ട്. ലാഗ് പോയിട്ടുണ്ട്. അത് ആ സമയത്ത് ആ നെറ്റ് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അല്ലായിരുന്നെങ്കിൽ ലാഗ് അടിക്കത്തില്ലായിരുന്നു. നമുക്കതായത് നേരെ പോവാം. ഗൈസ്, ഞാൻ സെക്കൻഡ് മാപ്പ് എത്താറായെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനിയും ഉണ്ട് കുറേ ദൂരം. അപ്പം നിങ്ങളെന്തായാലും മറ്റേ ബസ്സൊക്കെ വണ്ടി പോകുമ്പോൾ ഹമ്പ് പോലെ കയറുന്നുണ്ട് എല്ലാ വണ്ടിയും ലെഫ്റ്റ് സൈഡിലുള്ള. പക്ഷേ നമ്മുടെ വണ്ടി അങ്ങനെ ഹമ്പ് പോലെ കയറുന്നില്ല. എന്താ അറിയില്ല, ചിലപ്പം ലെഫ്റ്റ് സൈഡിലുള്ളതായിരിക്കും, റൈറ്റ് സൈഡിലില്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലത്തെ വ്യൂ ആയതുകൊണ്ട് നമുക്ക് അറിയില്ലായിരിക്കും. അപ്പം നമുക്കെന്തായാലും നേരെ പോവാം. ഇവിടുന്ന് ഇനിയുണ്ട് കണ്ടോ ഗൈസ്. ഈ നേരെ ആയതുകൊണ്ട് നമുക്ക് പറപ്പിച്ച് വിടാം. ഇനിയുണ്ട് അത്യാവശ്യം ദൂരം. അത് പോയി ഗൈസ്, അത് അറിയാണ്ട് ഞെക്കിയപ്പോൾ ആ സൈഡിൽ ഞെക്കിയപ്പോൾ പോയി. നമുക്കെന്തായാലും ഒന്നും കൂടെ നോക്കാം. ഇത്രയുണ്ട് ഗൈസ്, ഇത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ നമ്മൾ സ്പീഡിൽ പോകാം. നമ്മുടെ ബസ് വല്ല ലുക്കുണ്ട് ഗൈസ്. ഈ അമേരിക്കൻ ബസ് നല്ല ലുക്കുള്ളൊരു ബസ്സാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബസ്. നല്ല ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ഉള്ളതാണ് ഈ ബസ്സിൽ. അപ്പം ഇത് നല്ലൊരു ബസ്സാണ്, നിങ്ങൾക്ക് കയറ്റാം, വിശ്വസിച്ച് കയറ്റാം. ഇത് ഞാൻ കയറ്റിയ ആപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്നാൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ആപ്പ്. നമ്മളതങ്ങ് കയറ്റിയാൽ മതി. കയറ്റുമ്പോൾ ഇങ്ങനത്തെ നമ്മൾ താഴെ സ്ക്രോൾ ചെയ്യുമ്പം ഇതിൻ്റെ ചിത്രം കാണാം. അപ്പം ഇതുള്ള നിങ്ങൾ കയറ്റുക. പിന്നെ നിങ്ങൾ വയനാടൻ ബസ്സിന് കയറ്റാൻ വേറെ വീഡിയോ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇപ്പം വയനാടൻ ബസ് മോഡ് ലിവറി എന്ന് പറഞ്ഞൊരു പുതിയ ആപ്പ് വന്നിട്ടുണ്ട്. അങ്ങനത്തെ വയനാടൻ ബസ്സുണ്ട്. ഞാനങ്ങനെയല്ല കയറ്റിയത്. എൻ്റെ ഈ വയനാടൻ ബസ്സിൻ്റെ അതേ ബസ് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ലിവറ് കയറ്റി വീഡിയോ എനിക്കറിയാമായിരുന്നു കയറ്റാൻ. ബസ്സും കയറ്റാൻ അറിയാമായിരുന്നു. ഞാൻ വെറുതെ ഇതാക്കേണ്ട ബസ്സുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ബസ് ഉപയോഗിക്കാറില്ലായിരുന്നു. ലിവറ് കയറ്റി ഞാൻ അങ്ങനത്തെ ആക്കിയതാണ്. അത് വലിയ ഇതൊന്നുമില്ല ഗൈസ്. അത് നല്ലോണം വയനാടൻ ബസ് പോലെ ആയിട്ടില്ല. ആയിക്കാണുമെന്നാണ് എനിക്കൊരു പ്രതീക്ഷ. അല്ലാതെ കയറ്റുമ്പോഴും ആണോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അല്ലായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കയറ്റാം. ആ ആപ്പിൽ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ ആ ആപ്പിൽ കയറ്റിയില്ല. അപ്പോൾ നമുക്കതായത് നേരെ പോവാം. ഞാനിപ്പോൾ ഉള്ള വയനാടൻ ബസ് തന്നെയാണ് കയറ്റുന്നത്. ആ പുതിയ വയനാടൻ ബസ് കയറ്റണമെങ്കിൽ ഞാൻ കയറ്റുന്നില്ല. അത് ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാൻ കയറ്റുന്നില്ല. അപ്പം പുതിയ വയനാടൻ ബസ് കയറ്റണമെങ്കിൽ വേറെ കുറേ പണി ചെയ്യണം.
അതുകൊണ്ട് ഞാൻ അത് കയറ്റാനില്ല. ചിലപ്പോൾ കയറ്റും ചിലപ്പോൾ കയറ്റില്ല എന്നാണ്. നമ്മൾ സെക്കൻഡ് മാപ്പ് എത്താറായിട്ടുണ്ട് ഏകദേശം. നമുക്ക് എന്തായാലും നേരെ പോവാം. നമ്മൾ സെക്കൻഡ് മാപ്പ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അധികം ദൂരമില്ല ഗൈസ്. ഞാൻ മാപ്പ് നമുക്ക് കാണിച്ചു തരാം. മാപ്പ് കണ്ടോ, ഫുൾ സിറ്റി പോലെയാണ്. നേരെ പോകുമ്പോൾ ആ വാഷ് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് കണ്ടു ഗൈസ്, അതാണ് കോളേജ്. ഇവിടെ നിന്ന് അധികം ഇല്ല. അപ്പം നമ്മൾ ഏകദേശം എത്താറായി. അത് കണ്ടാൽ മനസ്സിലാവില്ലേ, കുറച്ചേ ഉള്ളൂ. അപ്പം ഇടയ്ക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജിൻ്റെ ഒച്ച കേൾക്കുമായിരിക്കും. അതിനകത്ത് മെസ്സേജ് വന്നതാണ്. അപ്പം ഇവിടെ നിന്ന് അധികം ഇനി ഇല്ല. നമുക്കെന്തായാലും നേരെ പോവാം. കുറച്ചേ ഉള്ളൂ. ഞാനിത് ആദ്യം വിചാരിച്ചത് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ടെന്നാണ്. പക്ഷെ അധികം ഇല്ലായിരുന്നു. നമുക്കെന്തായാലും നേരെ പോവാം. നമുക്കെന്തായാലും സ്പീഡിൽ പോവാം. ടിപ്പറുകാരനെ ജസ്റ്റ് മിസ്സിനാണ് ഇരിക്കേണ്ടത്. അപ്പം ഈ ക്യാമറ, ഈ മാപ്പിൻ്റെ താഴെയായിട്ട് ക്യാമറ ഉള്ളതുകൊണ്ട് നല്ല ഉപയോഗമാണ്. ബാക്ക് എടുക്കുമ്പോൾ ആദ്യം നോക്കി എടുത്താൽ മതി. നമ്മൾ എത്താറായോ ഇല്ലയോ എന്ന് സംശയമുണ്ട് ഗൈസ്. നമ്മൾ എത്താറായിട്ടുണ്ട്. വളവിങ്ങി എത്തും. നമുക്കെന്തായാലും മറ്റേ സൈഡിൽ കൂടെ കയറ്റി പോവാം. ഇവിടെ ആണോ അറിയില്ല, നേരെ പോയാൽ മതിയായിരിക്കും. ഇവിടെ എന്തോ വർക്കും കൊണ്ട് കിടക്കുവാണ്. JCB കിറ്റാച്ചിയൊക്കെ അവിടെ കിടന്നുണ്ട്. ഇതാണ് കോളേജ് ഗൈസ്. നമുക്കെന്തായാലും ഇങ്ങോട്ട് കയറ്റാം. നമുക്ക് കയറ്റിയിട്ട് നിർത്താം ഗൈസ്. ഇവിടെ നമുക്ക് ബാക്ക് എടുത്ത് നിർത്താം. ഇവിടെ അങ്ങനെ നിർത്താൻ സൗകര്യമില്ല, കാരണം ഇവിടെ സ്ഥലമില്ല ഗൈസ്. ആ തുളയിൽ കൂടെ ഈ ബസ് കയറി പോകത്തില്ല. നമുക്കെന്തായാലും ഇങ്ങോട്ട് കയറ്റിയിട്ട് നമുക്ക് ബാക്ക് എടുക്കാം. കണ്ടോ ഗൈസ്, മറ്റേ ആ ക്യാമറ കണ്ടോ, ഇടിക്കാൻ പോവാം. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഉപയോഗമാണ് ഇത് വെച്ച് ബാക്ക് എടുക്കാനൊക്കെ. നമുക്കെന്തായാലും ബാക്ക് എടുത്ത് അങ്ങ് കയറ്റി വെക്കാം. നമുക്കെന്തായാലും പതിയെ കയറ്റി വെക്കാം. ബസ് ഫുള്ള് ചെളിയായി കേട്ടോ ഗൈസ്, നല്ലോണം ചെളിയായിട്ടുണ്ട് ഏകദേശം. ബസ്സിൻ്റെ കാര്യത്തിൽ ഒരു പണിയായി. നമുക്കതെല്ലാം മുന്നോട്ട് കയറ്റിയിട്ട് കുറച്ചാക്കാം. അല്ലെങ്കിൽ സൈഡിൽ കയറിയെന്ന് തോന്നുന്നത്, സൈഡിലെ കട്ട പോലെ ഇരിക്കുന്നത് ഇത് കയറിയെന്നാണ് തോന്നുന്നത്. മറ്റേ കോളേജിൽ നിന്ന് ഇങ്ങോട്ടാണ്, ഈ കോളേജിലേക്കാണ് പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. അപ്പം നമുക്കെന്തായാലും നേരെ ബാക്ക് എടുത്ത് നോക്കാം. സ്പീഡിൽ പോകാം. അതിൽ എപ്പോഴാണോ മതിൽ വന്നത് അപ്പം നിർത്താം. ഏകദേശം മതിലെത്തി. നമുക്കെന്തായാലും നിർത്താം. വണ്ടിയൊക്കെ ഓഫാക്കാം. നമുക്ക് ഇറങ്ങാം ഗൈസ്. അപ്പം നമുക്കെന്തായാലും ഇറങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.